കപ്പൽ കൊച്ചി തുറമുഖത്ത്. ഐറിസ് ലെവാൻ എന്ന കപ്പലാണ് കൊച്ചിയിലെത്തിയത്. സാങ്കേതിക തകരാറുകളെ തുടർന്നാണ് കപ്പൽ കൊച്ചിയിൽ നങ്കൂരമിട്ടത്. കപ്പലിലുണ്ടായിരുന്ന 183 ജീവനക്കാർക്ക് കൊച്ചിയിലെ നേവൽ ബേസിൽ താമസ സൗകര്യം ഒരുക്കി. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അതായത് യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28-നാണ് അനുമതി തേടിയത്. 1-ാം തീയതി അനുമതി നൽകുകയും ചെയ്തു കപ്പൽ നങ്കൂരമിടാൻ, അല്ലേ? ഇറാന്റെ യുദ്ധക്കപ്പൽ IRIS ലെവാൻ ആണ് കൊച്ചി തുറമുഖത്തെത്തിയിരിക്കുന്നത്. കപ്പലിന് ഇന്ത്യ അഭയം നൽകിയിരിക്കുന്നു. ഫെബ്രുവരി 28-നാണ് നങ്കൂരമിടാൻ അനുമതി തേടിയത്. സാങ്കേതിക തകരാർ എന്നാണ് ഇന്ത്യയെ അറിയിച്ചിരുന്നത്. മാർച്ച് 1-ന് അനുമതി നൽകുന്നു. 4-ാം തീയതി കൊച്ചി തുറമുഖത്ത് നങ്കൂരമിടുന്നു എന്നുള്ളതാണ്. 183 ജീവനക്കാർ കൊച്ചി നാവികസേന കേന്ദ്രത്തിലുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പശ്ചിമേഷ്യൻ ഈ സംഘർഷം തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ്, അത് രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ ഈ വിധത്തിൽ ഒരു അഭയം ചോദിക്കുകയും ഇറാന്റെ കപ്പലിന് ഇന്ത്യ അഭയം നൽകുന്ന സാഹചര്യവും ഉണ്ടായത്. വിശാഖപട്ടണത്തെ സൈനിക അഭ്യാസത്തിന് ശേഷം ഇറാനിലേക്ക് മടങ്ങിപ്പോകുന്ന കപ്പലുകളിൽ ഒന്നായിരുന്നു ഇത്. 3 കപ്പലുകളിൽ ഒരെണ്ണം അമേരിക്ക മുങ്ങിക്കപ്പൽ ആക്രമണത്തിലൂടെ തകർത്തിരുന്നു. 2ാമത്തെ കപ്പൽ ശ്രീലങ്കയിൽ അഭയം തേടി. 3ാമത്തെ കപ്പലാണ് IRIS ലെവാൻ ഇപ്പോൾ കൊച്ചി തുറമുഖത്ത് എത്തിയിരിക്കുന്നത്. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.